നേരത്തെ ലാൽ, ഇവിടെ ഒരു വകുപ്പ് മേധാവി പറയുകയാണ്, ഞാൻ ഇപ്പോൾ അത്യാവശ്യ ഉപകരണങ്ങൾക്കായി കയറി ഇറങ്ങി മടുത്തു, എനിക്കിനി ചോദിക്കാൻ കഴിയുന്നില്ല, എനിക്കിനി ബ്യൂറോക്രസി ഏറ്റുമുട്ടാൻ കഴിയുന്നില്ല, എനിക്ക് തരുന്ന ശമ്പളത്തിന് ജോലി ചെയ്യാൻ നിർവാഹമില്ലെങ്കിൽ ഞാൻ രാജിവെക്ക് പോകലാണ് നല്ലത്. അങ്ങേയറ്റം ഒരു ഡോക്ടറെ ഹതാശനാക്കുന്നത് എന്ത് സങ്കടകരമാണ് എസ് ലാൽ? സങ്കടമാണ്. ഒരു ഡോക്ടർക്ക് ധൈര്യമൊന്നും അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണെന്ന് വിചാരിക്കാം. ഒരു 2 വർഷം മുമ്പ് എൻ്റെ ക്ലാസ്മേറ്റ് യൂറോളജിയുടെ ഹെഡ് ഒരു ഡോക്ടർ നിവൃത്തിയില്ലാതെ അയാൾ സ്വന്തം പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് അയാളുടെ ലോൺ എടുത്തായിരുന്നു അവിടുത്തെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഓരോ രോഗിക്കുമായിട്ട്. അത്ര നല്ലൊരു ഡോക്ടറാണ് അയാളെ. റിട്ടയർ ചെയ്തപ്പോൾ അയാൾ അവിടെ നിന്ന് മേടിച്ചു പോയി. ഇത് എല്ലായിടത്തെയും അവസ്ഥയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോവിഡ് സമയത്ത് അവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞിരുന്നത്, എന്നോട് പറഞ്ഞത്, ലാലെങ്കിലും ഒന്ന് പറയും, 1200 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഈ ആശുപത്രിക്ക് മുന്നോട്ട് ഓടിക്കാവുന്ന പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊരു ക്രൈസിസ് വന്നപ്പോഴാണ് അത് അറിയുന്നത്. ഇത് കേരളത്തിലെ എല്ലാ ആശുപത്രിയുടെ അവസ്ഥയാണ്. ഞാനിപ്പോൾ ഒരാവശ്യമായിട്ട് എൻ്റെ ഒരു ആരോഗ്യ ആവശ്യമായിട്ട് ഞാൻ പ്രൈവറ്റ് ആശുപത്രി വന്നിരിക്കുക. ഒരു വീഴ്ച ഉണ്ടായിട്ട് ആലോചിച്ച് നോക്കണം. ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ റോഡിൽ കിടന്ന ഒരാളെ, മരിച്ചു എന്ന് പറഞ്ഞ് കിടന്ന ഒരാളെ ഞാൻ എടുത്തുകൊണ്ട് പോയില്ല. അവിടെ ചെന്നിട്ട് സ്ട്രെച്ചറിൽ കിടത്തിയിട്ടൊന്നും കൂടെ നിൽക്കാൻ പോലും ആളില്ല. അയാളെ ഞാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രെച്ചറിൽ നിന്ന് വീണ് മരിക്കും. ഇതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അവസ്ഥ. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ വളരെ സമർത്ഥരാണ്. പക്ഷെ അവർക്ക് ജോലി ചെയ്യാനുള്ള ഭൗതിക സാഹചര്യങ്ങളില്ല, ഉപകരണങ്ങളില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഈ പലപ്പോഴും തല്ലം കിട്ടുന്ന ഡോക്ടർമാർക്ക് നഴ്സുമാർക്കാണ്. കാരണം രോഗി അസ്വസ്ഥരായിട്ട് വരുമ്പോൾ അവർക്ക് ചികിത്സ അപ്പം കിട്ടിയില്ലെങ്കിൽ അവർ അസ്വസ്ഥരാകും. ഇതൊരു വല്ലാത്തൊരു, ഇത് പറയുമ്പോൾ ഞാൻ വേറെ വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ 41 വർഷം മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചേർന്ന ആളാണ്. അപ്പൊ അത്രയും വികാരത്തോടെയാണ് ഈ പറയുന്നത്. നമ്മൾ പഠിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാനിപ്പോൾ ആവശ്യമായിട്ട് ഒരു പ്രൈവറ്റ് ആശുപത്രി നിൽക്കുക. മറ്റേത് പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ പോയ ശല്യം ഉണ്ടാക്കുന്ന പോലെ ആവും. പാവപ്പെട്ടവന് കൂടുതൽ ബുദ്ധിമുട്ടാവും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളാണ്. ഈ വാചക കസരത്ത് മാത്രമേ ഉള്ളൂ, പഴയ പാരമ്പര്യം പറച്ചിലും മാത്രമേ ഉള്ളൂ. ആശുപത്രികളുടെ അവസ്ഥ വളരെ എല്ലാവരും തന്നെയാണ്. കുറെ നന്മകളുണ്ട്, കുറെ ഡോക്ടർമാരുണ്ട്, കുറച്ച് കാര്യം നടക്കുന്നല്ലാതെ ഒരു ആശുപത്രികളെ പറ്റി ഒരു പൊതുവായിട്ട് എങ്ങനെ മെച്ചപ്പെടുത്തണമെന്ന് 2025 2050 കേരളത്തിന്റെ ആരോഗ്യം എവിടെ വേണമെന്ന് പ്ലാൻ ചെയ്യേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ രാജ്യങ്ങളും പ്ലാൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ അതുപോലത്തെ ആശുപത്രിയിൽ സാധനമില്ലാത്ത ഡോക്ടർമാർ രാജിവെച്ച് പോകുന്ന അവസ്ഥയും ഡോക്ടർമാരെയും നഴ്സുമാരെയും ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്നു. ഓക്കെ ഡോക്ടർ, അപ്പോൾ എന്തായാലും അങ്ങേറ്റം സങ്കടകരമായ കാര്യമാണ്. ഇപ്പോൾ ഹാരിസ് ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്: കൈക്കൂലി വാങ്ങാത്ത, ആരുടെയും ഔദാര്യത്തിന് വേണ്ടി നടുവളയ്ക്കാത്ത ഒരു സർക്കാർ ഡോക്ടറുടെ ജീവിതം, ഔദ്യോഗിക ജീവിതം ഒട്ടുമേ സുഖകരമല്ല എന്ന് തുടങ്ങുന്നു ആ പോസ്റ്റ്. ഔദ്യോഗിക ജീവിതത്തിൽ ഇന്ന് വരെ ഒറ്റ രൂപ ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അത് ഉറപ്പുള്ളത് കൊണ്ടാണ് പൊതുജനത്തിന് മുന്നിൽ ഞാൻ ഇത് എഴുതുന്നത്. ഇന്ന് വരെ ഒരു സ്കാനിംഗ് സെന്ററിൽ നിന്നോ സ്വകാര്യ ലാബിൽ നിന്നോ 1 രൂപ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ശരിയല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഇവിടെ എഴുതാം തുടങ്ങി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ് അവസാനിക്കുന്നത്, മാസം 3.5 ലക്ഷം രൂപയിലേറെ പൊതുഖജനാവിൽ നിന്നും ശമ്പളം വാങ്ങുന്ന എനിക്ക് പൊതുജനങ്ങൾക്ക് അതിനനുസരിച്ച് തിരിച്ചു സേവനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതുതന്നെയാണ് നല്ലത്. ഡിപ്പാർട്ട്മെൻറ്റ് മെച്ചപ്പെടുത്താൻ ഓടി ക്ഷീണിച്ചു. ബ്യൂറോക്രസിയോട് ഏറ്റുമുട്ടാൻ ഞാനില്ല, പിരിച്ചു വിട്ടോട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. MG പ്രതീഷ് തുടരുന്നു. പ്രതീഷ്, ഡോക്ടർ ഈ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഈ ഡോക്ടർ എല്ലാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജോലി ചെയ്ത 97 മുതൽ ഈ പറയുന്ന 97 മുതൽ ജോലി ചെയ്ത കാര്യങ്ങൾ, പല സ്ഥലങ്ങളിൽ ജോലി ചെയ്ത കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പ്രതിഭാസമ്പന്നനായ പരിചയസമ്പന്നനായ ഡോക്ടർ തന്നെയാണ്. ഇത് ഈ പോസ്റ്റിനെ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ കാണുമോ, അതോ പ്രതികാര നടപടികൾ കണ്ട് ഡോക്ടർ കൂടുതൽ ബുദ്ധിമുട്ടാകുമോ ഡോക്ടർ പ്രതീക്ഷിക്കേണ്ടത്? പ്രതീഷ്, ഹാഷ്മി, ഈ കുറിപ്പിൽ തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, കാരണം ഇതിന് പിന്നാലെ ചിലപ്പോൾ ഞാൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പുറത്താകുകയോ പുറത്തു പോവുകയോ ചെയ്യുമെന്ന് അദ്ദേഹം ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ അദ്ദേഹം ചിലപ്പോൾ സ്വയം രാജിവെച്ചേക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയാക്കാം എന്നുള്ള ഒരു സൂചന ഉൾപ്പെടെ ആ പോസ്റ്റിൽ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം ഒരു അതിഗുരുതരമായ ഒരു സാഹചര്യം ആശുപത്രിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ പരസ്യമായി അദ്ദേഹം അത് പങ്കുവെക്കാൻ ഇടയാക്കിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഈ ചില ശസ്ത്രക്രിയകളെങ്കിലും ഇതുവരെ നടന്നു പോന്നിരുന്നത് രോഗികൾ സ്വന്തം കാശ് മുടക്കി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി നൽകിയത് കൊണ്ട് മാത്രമാണ് എന്നതാണ്. കാരണം അത്തരത്തിൽ അടിയന്തര സാഹചര്യമുള്ള കേസുകളിൽ പോലും രോഗികൾ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ചികിത്സിക്കേണ്ട സാഹചര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളത് എന്നുള്ള ദയനീയ അവസ്ഥയാണ് നിലവിൽ ഡോക്ടറും പങ്കുവയ്ക്കുന്നത്. ഇതിൽ ആരോഗ്യമന്ത്രി ഒപ്പം സർക്കാർ എന്ത് ഇടപെടൽ നടത്തുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഇടം
കൂടിയാണ്. മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം വളരെയധികം രോഗികൾ, ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. ആ ഡിപ്പാർട്ട്മെന്റിലാണ് ഇത്രയേറെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എത്തിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. ഹാഷ്മി.